ഒരു ഗ്രീൻ പീസ് ഉരുളൻകിഴങ്ങ് മസാല കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലൊരു കറിയാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഏത് സമയത്തും ഉപയോഗിക്കാം. ഇപ്പോഴും ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ഞാൻ ഇവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ കുക്കറിൽ വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ഉരുളൻകിഴങ്ങ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കാം. ഇപ്പം ഗ്രീൻ പീസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി വെള്ളം മാറ്റി വയ്ക്കണം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണുള്ള എണ്ണ ഒഴിക്കണം. ചൂടായ എണ്ണയിലേക്ക് കടുകും പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിട്ട് വഴറ്റാം. മസാല മൂത്ത മണം വരുമ്പോൾ സവാള ഇട്ട് തക്കാളി ഇട്ട് വഴറ്റാം. ഇതൊന്ന് ഒതുക്കി തക്കാളി ഒന്ന് വേവാൻ 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെന്ത ഗ്രീൻ പീസും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചില്ലേ അതിൻ്റെ ഗ്രീൻ പീസ് അത് 3/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത വെള്ളവും ആ ഗ്രീൻ പീസ് വെന്ത വെള്ളവും കൂടെ മാറ്റി വെച്ചിരുന്നത് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉപ്പിട്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഗ്രീൻ പീസ് മയത്തിൽ അരച്ച് ചേർക്കണം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കണം. ഇപ്പോൾ കുരുമുളക് ചേർക്കുമ്പോൾ എരി നോക്കിയിട്ട് വേണം ചേർക്കാൻ. എനിക്കിപ്പോൾ എരി നല്ലതുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ ഉപ്പും എനിക്ക് പാകത്തിനുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ചേർക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് തിളപ്പിച്ച് നമുക്ക് ഇറക്കാം.